പാലായുടെ അഭിമാനം, ആരോഗ്യം അതിവേഗം എല്ലാവരിലേക്കും എത്തിക്കുന്ന നമ്മുടെ പുതിയ സംരംഭം, നമ്മുടെ സത്യാഹാരയുടെ ഉദ്ഘാടന കർമ്മം ഇന്ന് ഇവിടെ നടത്തപ്പെടുകയാണ്. ആരോഗ്യം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും എത്രയും വേഗം, എത്രയും പെട്ടെന്ന് കാര്യക്ഷമതയോടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും സന്തോഷമാണ്, അഭിമാനമാണ് ഈ ഷോപ്പ്. 100ഓളം മില്ലറ്റ് ഉൽപ്പന്നങ്ങൾക്കും വൈവിധ്യമാർന്ന ഓർഗാനിക് ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കുമൊപ്പം വ്യക്തിഗതമായ ഭക്ഷണക്രമങ്ങളും ആരോഗ്യ സംരക്ഷണത്തിനായുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് സത്യാഹാര ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നു. അർത്ഥവത്തായ ആരോഗ്യപരമായ ഈ ഉദ്യമത്തിന് ആരംഭം കുറിക്കുമ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം വേണം, പ്രാർത്ഥന വേണം, സഹകരണം വേണം. ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് നമ്മുടെ വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുകയാണ്. ഏറെ അഭിമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സത്യാഹാര മാനേജിംഗ് പാർട്ണറും ഗ്ലോബൽ മില്ലറ്റ് ഫൗണ്ടേഷൻ കേരള ചാപ്റ്റർ ചെയർമാനുമായ, അതോടൊപ്പം ഒരു വെൽനസ് എക്സ്പേർട്ട് കൂടിയായ ശ്രീ നാസർ എഴുത്താനിക്കാട്ട് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനൊപ്പം സത്യാഹാര പാല ഫ്രാഞ്ചൈസിയുടെ ഉടമ ശ്രീ പ്രമോദ് കെ സാറിനെയും ക്ഷണിക്കുന്നു. പാല വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ശ്രീ തോമസ് ജോർജ് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. പാല മുനിസിപ്പൽ കൗൺസിൽ അംഗം ശ്രീമതി ജയ രാഹുൽ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പാല മുനിസിപ്പൽ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടം സാറിന്റെ സാന്നിധ്യത്തിനും വാക്കുകൾക്കുമായിട്ട് ഞങ്ങൾ കാതോർത്തിരിക്കുന്നു, ക്ഷണിക്കുന്നു. അതുപോലെ സത്യാഹാരയുടെ സീനിയർ ന്യൂട്രീഷനിസ്റ്റ് ശ്രീമതി ഹരിപ്രിയ കെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. രുചി അറിഞ്ഞ, ആരോഗ്യം എന്തെന്നറിഞ്ഞ, നാടുകണ്ട, നാട്ടുകാരെ മനസ്സിലാക്കിയ, ലോകം ഞങ്ങൾക്ക് കാണിച്ചു തന്ന സഫാരി ചാനലിന്റെ MD-ക്ക്, ഞങ്ങളുടെ നാട്ടുകാരന് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ഞങ്ങൾക്കിടയിലേക്ക് സ്നേഹസ്വാഗതം. ഏറെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഈ വേദിയിലേക്ക് സാറിനെ ക്ഷണിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ സഹകരിക്കുന്നതിനായിട്ട്, ഈ സ്ഥാപനത്തിന്റെ വിജയത്തിനായിട്ട് എത്തിച്ചേർന്ന ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിൽ ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി സത്യാഹാരയുടെ മാനേജിംഗ് പാർട്ണറും ഗ്ലോബൽ മില്ലറ്റ് ഫൗണ്ടേഷൻ കേരള ചാപ്റ്റർ ചെയർമാനും വെൽനസ് എക്സ്പേർട്ടുമായ ശ്രീ നാസർ എഴുത്താണിക്കാട്ടിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. സത്യാഹാര എന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം ഞങ്ങൾ ഒരു 5-6 മാസത്തോളമായി എറണാകുളത്ത് ഇതിൻ്റെ ആദ്യ സ്ഥാപനം ആരംഭിച്ചിട്ട്, അതിൻ്റെ ആ റെസ്പോൺസ്, ആളുകളുടെ ആ ഒരു പ്രതികരണം, അതാണ് ഞങ്ങൾ അടുത്ത സ്ഥാപനത്തിലേക്ക് ഇവിടെ എത്തിച്ചത്. വിശദമായിട്ട് അതിലേക്കൊന്നും വരുന്നില്ല. ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്താ? മനുഷ്യന് ഹാപ്പിനെസ് ഉണ്ടാവണം. എന്തൊക്കെ വേണം? ആരോഗ്യം വേണം, സമ്പത്ത് വേണം, ഹെൽത്തും വെൽത്തും വേണം, അല്ലേ? എന്നാലേ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താ? ആരോഗ്യ പ്രതിസന്ധിയാണ്. ഈ ആരോഗ്യ പ്രതിസന്ധി, അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? ജീവിതശൈലീ രോഗങ്ങൾ. ജീവിതശൈലി എന്നാൽ തെറ്റായ ജീവിതശൈലി കൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ഒരു 70% ആ രോഗങ്ങളാണുള്ളത്. ഡയബറ്റിക് ആവട്ടെ, BP ആവട്ടെ, ഇന്നുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ കാരണം തെറ്റായ ജീവിതശൈലിയാണ്. അപ്പോൾ അതിന് നമ്മൾ പല പരിഹാര മാർഗങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. ചിലർ വ്യായാമം ചെയ്യുന്ന ആളുകളുണ്ട്, ചില ഭക്ഷണം നിയന്ത്രിക്കുന്ന ആളുകളുണ്ട്, ചില പ്രത്യേകതരം ഡയറ്റുകൾ എടുക്കുന്ന ആളുകളുണ്ട്, ചില ആളുകൾ ചില സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിലും അവർ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ പോലും അവർക്കൊക്കെ ആശ്വാസം ഉണ്ടാവുക എന്നല്ലാതെ ഒരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവാറില്ല, ഒരു സ്ഥായിയായ ഒരു പരിഹാരം ഉണ്ടാവാറില്ല. ഞാൻ അതിൽ അനുഭവമുള്ള ആളാണ്, ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണില്ല. അപ്പോൾ ഇതിന് പരിഹാരം ഉണ്ടാവാത്തതിൻ്റെ കാരണം തെറ്റായ ജീവിതശൈലി കൊണ്ടാണ് ഇന്ന് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ, ആ ഒരു ശൈലി, ഒരു ശീലം നമ്മൾക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പരിശീലിക്കാതെ നമ്മൾക്കൊരു ശീലം ഉണ്ടാവാറില്ല. തെറ്റാവട്ടെ ശരിയാവട്ടെ പരിശീലിക്കും. ഒരു കാര്യം ശീലിച്ച് പരിശീലിച്ച് ശീലമായി സ്വാഭാവികമാവും. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.
ആ ഒരു കാര്യത്തെ ശരിയായ ശീലമാക്കി ശീലിച്ച് പരിശീലിച്ച് സ്വാഭാവികമാക്കാതെ ഇതിന് പരിഹാരം കാണാൻ പറ്റൂല. അതിന് ഈ ഒരു പരിശീലനമാണ്. ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന ആഹാരം ഇപ്പം നമുക്ക് നല്ലതല്ല, പിന്നെ മന്തി നല്ലതല്ല, കബ്സ നല്ലതല്ല, ലഡു നല്ലതല്ല. കോൺഷ്യസ് ഈറ്റിങ്, എങ്ങനെ ബോധത്തോടുകൂടി ആഹാരം കഴിക്കണം എന്ന് പരിശീലിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. അത് ആഹാരത്തിൽ മാത്രമല്ല, ധാരാളം കാര്യങ്ങളുണ്ട്. വ്യായാമ പ്രശ്നമുണ്ട്, ആഹാരം അത് 80-70% എന്ത് ആഹാരത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അത് ആഹാരം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചില ഷോപ്പുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് മൈദ ഓർഗാനിക്. മൈദയുടെ മുകളിലെ ജീവങ്ങളെയും ബി കോംപ്ലക്സും വൈറ്റമിൻസും എല്ലാം കളഞ്ഞിട്ട് അത് ഓർഗാനിക് ജീവകങ്ങളുണ്ടെന്ന് എഴുതി വെച്ചേക്കുവാണ്. ഓർഗാനിക് മൈദ. അങ്ങനെ ആളുകൾക്ക് ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ മെറ്റബോളിസ് ചെയ്യാനുള്ള വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ഭക്ഷണമാണ് ഓർഗാനിക് ഭക്ഷണം. ഇപ്പം ഇന്നുണ്ടാകുന്ന ആരോഗ്യ പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണം എന്താ? ഗ്ലൂക്കോസ് മെറ്റബോളിസം ഡിസോർഡർ എന്ന് പറയും. കഴിക്കുന്ന ഗ്ലൂക്കോസിനെ മെറ്റബോളിസ് ചെയ്യാൻ ശരീരത്തിന് ഉണ്ടാവുന്ന ആ പ്രതിസന്ധി, ശരീരത്തിന് ഓരോ അവയവങ്ങൾക്കുണ്ടാവുന്ന കഷ്ടപ്പാട്, അതാണ് ഈ ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത്. ആ മെറ്റബോളിസം കറക്റ്റാവുന്ന രീതിയിൽ എങ്ങനെ കഴിക്കണം. ഇന്നിപ്പോൾ ഞങ്ങളൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. മില്ലറ്റിൻ്റെ ബാനിയാട് മില്ലറ്റ് പോസിറ്റീവ് കാറ്റഗറി മില്ലറ്റാണ്. 8-12% ഫൈബർ കണ്ടന്റ് ഉണ്ട്. ഈ ബാനിയാട് മില്ലറ്റിൻ്റെ പായസം ഉണ്ടാക്കിയപ്പോൾ ആ പായസത്തിൽ 1 കിലോ ബാനിയാട് മില്ലറ്റ് ഉണ്ടെങ്കിൽ 2 കിലോ ചൊരക്ക ചേർത്തേക്കണത്. ചൊരക്കയുടെ എക്സ്ട്രാക്ട് കിഡ്നി പേഷ്യൻറ്റിന് കൊടുക്കാറുണ്ട്. ഏത് കിഡ്നി പേഷ്യൻറ്റും ചൊരക്ക കഴിക്കാം. ബോഡീനെ ആൽക്കലി ആക്കാൻ, അസിഡിക് ആൽക്കലി ആ റേഷ്യോ നിലനിർത്താൻ ചൊരക്ക നല്ലതാണ്. അതിനേക്കാൾ കൂടുതൽ ചൊരക്ക ചേർത്തും ജൈവമായ ശർക്കര, ആ ശർക്കര ചേർത്തും ഒക്കെ ഉണ്ടാക്കിയ ഒരു പായസമാണ്. അതുപോലെ ധാരാളം ഭക്ഷണ സാധനങ്ങൾ രുചികരമായും ആരോഗ്യപ്രദമായും കഴിക്കുന്ന രീതി, കഴിക്കുന്ന ഈറ്റിംഗ് ഡിസോർഡറുകൾ ധാരാളമുണ്ട്. അപ്പോൾ പാചകം ചെയ്യുന്ന രീതി, വാങ്ങുന്ന രീതി, കഴിക്കുന്ന രീതി, രുചികരമായി പാചകം ചെയ്യുന്ന ഈ രീതി പരിശീലിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഈ സത്യാഹാര. അതല്ലാതെ ഒരു കച്ചവടം ചെയ്യുന്ന ഷോപ്പല്ല, ഇതിൽ സർവീസാണ് മുൻപ്. അത് ആ സർവീസിന് ഞങ്ങൾ പേയ്മെൻറ്റ് വാങ്ങാറുമില്ല. അപ്പോൾ ഈ രീതിയിലുള്ള സ്ഥാപനമാണ് സത്യാഹാര. ഇനി അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല. എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ടും പിന്തുണയൊക്കെ ഉണ്ടാവണം എന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുന്നു. ഈ ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലെ സംസ്കാരത്തെപ്പറ്റി, ആഹാര രീതിയെപ്പറ്റി, ഏതൊരു ആഹാരം കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവും, ഇതൊക്കെ കണ്ട് കേട്ട് വന്ന ആളാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പോയി അവരുടെ സംസ്കാരവും കാര്യങ്ങളും പഠിച്ച് നമ്മളെ കാണിച്ചു തന്ന ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് യോഗ്യനായ ശ്രീ സന്തോഷ് ജോർജ് കുടങ്ങര സാറാണ് വന്നിരിക്കുന്നത്. സന്തോഷ് ജോർജ് കുടങ്ങര സാറിന് എൻ്റെ പേരിലും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും നമ്മളുടെ എല്ലാവരുടെയും പേരിലും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കൂടുതൽ ആളുകളെ നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന ആളുകളാണ്, മുനിസിപ്പൽ കൗൺസിലർ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഇവിടെ എന്നെ കേൾക്കാനല്ല നിങ്ങൾ വന്നിരിക്കുന്നത്, അതെനിക്ക് അറിയാം. പക്ഷേ ഞങ്ങളുടെ ആ കോൺസെപ്റ്റ് എന്താണ് ജസ്റ്റ് ഒന്ന് പറയണം, അതിനുവേണ്ടി പറഞ്ഞതാണ് കാര്യങ്ങൾ. അതുപോലെ പാലാ മുനിസിപ്പൽ അംഗം ശ്രീമതി മായ രാഹുലിനെ ഈ യോഗത്തിലേക്ക് എൻ്റെ പേരിൽ ഈ സത്യാഹാര പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ബിനു പുളിക്കണ്ടത്തിന് സത്യാഹാര പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്നേഹത്തോടെ സന്തോഷത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സത്യാഹാരയുടെ സീനിയർ ഡയറ്റീഷ്യൻ ഹരിപ്രിയ മേഡം ഉണ്ട്, ഇവിടെ എത്തിയിട്ടില്ല. ഹരിപ്രിയ മേഡത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിൻവേൾഡ് ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ, പാലക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു പ്രാവശ്യം നേരിട്ട് പരിചയപ്പെട്ടു. ആളുടെ അറിവും അതിനെപ്പറ്റിയുള്ള എനിക്ക് ഒന്നുകൂടി കണ്ട് ഒരു മണിക്കൂർ സംസാരിക്കാൻ തോന്നി. അത്തരം പാണ്ഡിത്യമുള്ള ആളാണ് അഡ്വക്കേറ്റ് ജയസൂര്യനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ജോയ് മൂക്കന്തോട്ടം, ഞങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് പരിചയമുള്ള ആളുകളാണ്, ഒരേ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് വർക്ക് ചെയ്ത ആളുകളാണ്. ഈ ജോയ് മൂക്കന്തോട്ടം സാറിനെ ഈ പാലക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഞാൻ പരിചയപ്പെട്ട് അറിയപ്പെട്ടായി പോവും. അതുകൊണ്ട് ജോയ് മൂക്കന്തോട്ടം സാറിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വ്യാപാരി വ്യവസായയുടെ പ്രസിഡന്റ് തോമസ് പൊമ്പുക്കനെ ഈ യോഗത്തിലേക്ക് എൻ്റെ പേരിൽ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രമോദ് സാറ്
പ്രമോദ് സാറ് ഒരു 2-3 മാസം കൊണ്ട് ഈ ഡേറ്റൊക്കെ എടുത്ത് ഷുഗറും വെയിറ്റൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അജികുമാർ സാറിനെ വിളിച്ചു കഴിഞ്ഞു, സാറേ ഇത് എനിക്ക് ലാഭമൊന്നും വേണ്ട, ഈ ബിസിനസ് എനിക്ക് പാലായിൽ തുടങ്ങണം, ഇത്രയും നല്ലൊരു സർവീസാണ്. സർവീസ് പെൻഷൻ പറ്റിക്കഴിഞ്ഞപ്പോൾ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടൊരു കാര്യം ആലോചിച്ചു, ദൈവം എന്നെ അതിലേക്ക് എത്തിച്ചു. അപ്പോൾ ഈ കാര്യം ഇവിടെ ഇതൊക്കെ ഇത്രയും എക്സ്പെൻസ് ഒക്കെ ചെയ്ത് തുടങ്ങാൻ തയ്യാറായ പ്രമോദ് സാറിനെ ഞാൻ എൻ്റെ പേരിൽ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൽ ഈ ചടങ്ങിൽ ഈ മംഗള ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന എല്ലാവരെയും എൻ്റെ പേരിലും സത്യാഹാരയുടെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. ആരോഗ്യമുള്ള വാക്കുകൾക്ക് ഔചിത്യം നിറഞ്ഞ വാക്കുകളിലൂടെ ഈ വേദിക്ക് സ്വാഗതം ആശംസിച്ച സാറിന് നന്ദി. അടുത്തതായിട്ട് പാലായുടെ ആരോഗ്യ നികേതനം നമ്മുടെ സത്യാഹാരയുടെ ഷോപ്പ് നാട് മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണ്. പല പരിപാടികളിലും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളൊരു ചോദ്യം, ലോകത്ത് ഏറ്റവും ആരോഗ്യമുള്ള മനുഷ്യർ എവിടെയാണ് ജീവിക്കുന്നതെന്നാണ്. ഞാൻ ആ ഉത്തരം പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് വളരെ വിഷമം തോന്നാറുണ്ട്. കാരണം ലോകത്ത് ഏറ്റവും കുറഞ്ഞ ആരോഗ്യ പരിപാലന ശീലങ്ങളുള്ള മനുഷ്യർ മലയാളികളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളുടെ മലയാളികൾ മാത്രമല്ല, തമിഴന്മാരും മോശമല്ല. പ്രധാന കാരണം നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണെന്നൊരു സംശയമില്ല. ഞാൻ പല ഡോക്ടർമാരുമായി പല ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പല പരിപാടികളിലൊക്കെ സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരോടൊക്കെ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, കേരളത്തിലെ മനുഷ്യരുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്താണ്? അവർ നിസ്സംശയം പറയുന്ന കാര്യം, എല്ലാവരും, അത് മോഡേൺ മെഡിസിൻ്റെ ആചാര്യന്മാർ പറയുന്നൊരു കാര്യം, നമ്മുടെ ഭക്ഷണ രീതി. ഞാൻ ചോദിച്ചു, എക്സസൈസ് ഇല്ലാത്തതല്ലേ? എക്സസൈസ് ഇല്ലാത്തതും ഒരു കാരണമാണ്, പക്ഷേ ഏറ്റവും പ്രധാന കാരണം ആരോഗ്യരീതിയാണ്. നമ്മുടെ ട്രഡീഷണൽ ഭക്ഷണത്തെക്കുറിച്ച് നല്ല തൂശനിലയിട്ട് ചോറ്, തുമ്പപ്പൂ പോലത്തെ ചോറ് വിളമ്പി അതിൻ്റെ വട്ടത്തിൽ 10, 20, 30 കൂട്ടം കറികളും ഒക്കെ വിളമ്പി വെച്ച് ഭക്ഷണം കഴിക്കുന്നത്, അതാണ് ലോകത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായ അനുഭവം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ലോകത്തെ ഏറ്റവും അപകടകരമായ ഭക്ഷണം അതാണെന്ന് എനിക്ക് ഇതിനോടകം പലരിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ ലോകയാത്രയ്ക്കിടയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള, ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യം അതാണ്. കാർബോഹൈഡ്രേറ്റ് പ്രധാന ആഹാരമായിട്ട് കഴിക്കുന്ന ലോകത്തിലെ ഏക ജനവിഭാഗം ചിലപ്പോൾ നമ്മൾ, അല്ലെങ്കിൽ ഈ അരി ആഹാരം പ്രധാനമായിട്ടും കഴിക്കുന്ന ആളുകളായിരിക്കാം. ചൈനക്കാരും കിഴക്കനേഷ്യക്കാരും ഒക്കെ ധാരാളം അരി കഴിക്കുന്നവരാണ്. പക്ഷേ അവരുടെ അരിയുടെ ക്വാണ്ടിറ്റി അവർ കഴിക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഒരു ബൗളിനകത്ത് നമ്മുടെ ഒരു 3 ഉരുള ചോറ് അത് പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു 4 or 5 ഇരട്ടി പച്ചക്കറികൾ, വെജിറ്റബിൾസ്, അല്ലെങ്കിൽ മാംസം, അല്ലെങ്കിൽ മത്സ്യം. ഇവർ ഈ ചോറ് ഉപയോഗിക്കുന്നത് ഈ മാംസമോ മത്സ്യമോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു മടുപ്പ് മാറാൻ വേണ്ടി 1 സ്പൂൺ ചോറെടുത്ത് വായിലേക്കിടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിലൊന്ന്, ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച ഏറ്റവും ആസ്വദിച്ച ഭക്ഷണങ്ങളിലൊന്ന് ഇഞ്ചറ എന്ന് പറയുന്ന ഒരു തരം ദോശയാണ്. ഇഞ്ചറയും അതിൻ്റെ കൂടെ ദോറോവാത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിൽ പ്രിപ്പയർ ചെയ്ത കോഴിയിറച്ചി കറിയും കൂടെ കിട്ടും. ഇത് എത്യോപ്യക്കാരുടെ ഭക്ഷണമാണ് ഇഞ്ചറ. ഈ ഇഞ്ചറ ഉണ്ടാക്കുന്നത് തെഫ് എന്ന് പറഞ്ഞൊരു ധാന്യം കൊണ്ടാണ്. തെഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കടുകിനോളം വലിപ്പമുള്ള ഒരു ധാന്യമാണ്.
അത് അരച്ച് പുളിപ്പിച്ച് നമ്മുടെ ദോശ ഇടുന്ന പോലെ തന്നെ തലേദിവസം തന്നെ പുളിപ്പിച്ച് അത് ചുടും. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ കോഴിയിറച്ചിക്കറിയോ അല്ലെങ്കിൽ പോത്തിറച്ചി വറുത്തതോ ഒക്കെ ഉണ്ടാവും ഇവർക്ക്. വറുത്തതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും ആരോഗ്യമുള്ള ജനങ്ങളിൽ ഒരു വിഭാഗം ഈ എത്യോപ്യക്കാരാണ്. നമുക്കറിയാം, ഒളിമ്പിക്സ് എടുത്തു കഴിഞ്ഞാൽ ദീർഘദൂര ഓട്ടങ്ങളിലൊക്കെ എക്കാലത്ത് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ മേടിക്കുന്ന മിക്കവാറും എത്യോപ്യക്കാരായിരിക്കും. ഇവരുടെ ശരീരത്തിൽ ഫാറ്റ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ആഫ്രിക്കയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കുറേ സ്ത്രീകളൊക്കെ അടുത്ത കാലത്തായിട്ട് നല്ല സ്ഥൂല ശരീരക്കാരായിട്ട് വരുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം സ്ത്രീകളും പുരുഷന്മാരും എത്യോപ്യയിൽ വളരെ സ്ലിമ്മാണ്, നല്ല ഫിസിക്ക് കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഒരു പ്രധാന കാരണം, മുമ്പേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വലിയ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് പലരും ഒരു 3-4 കിലോമീറ്ററെങ്കിലും ഒരു ദിവസം മിനിമം നടന്നിരിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് പാലാ ടൗണിൽ ഒരു കാര്യത്തിന് പോകണമെങ്കിൽ നമ്മൾ നമ്മുടെ വാഹനത്തിലേ പോകുള്ളൂ. ഒരു 3 കിലോമീറ്ററിൽ താഴെയാണ് ദൂരമെങ്കിൽ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മിക്കവാറും എല്ലാ മനുഷ്യരും സ്വന്തമായി വാഹനങ്ങളുണ്ടെങ്കിൽ കൂടി അവർ നടന്നേ പോകുള്ളൂ. അതൊരു സംസ്കാരത്തിൻ്റെ ശീലത്തിൻ്റെ ഭാഗമാണ്. ഒപ്പം ഇത്തരത്തിലുള്ള ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. അവർക്കുണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും മാൽന്യൂട്രീഷൻ്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ക്ഷയം പോലുള്ള ചില രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്, പ്രമേഹം പോലെ നമ്മുടെ മലയാളികളിലെ 80% തരം രോഗങ്ങളൊന്നും തന്നെ അവർക്കില്ല. അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയിൽ തീർച്ചയായും മാറ്റം വരേണ്ട കാലം കഴിഞ്ഞു. നമ്മുടെ പാരമ്പര്യം എന്ന് പറഞ്ഞ് നമ്മൾ സൂക്ഷിക്കുന്ന പല മൂല്യങ്ങളും വളരെ മികച്ചതാണെങ്കിലും ഭക്ഷണശീലത്തിൽ നമ്മുടെ പാരമ്പര്യങ്ങളൊക്കെ അശാസ്ത്രീയമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ അത് ഡിസൈൻ ചെയ്ത ആളുകൾ സങ്കല്പിച്ച മട്ടിൽ നമ്മൾ കഴിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഭക്ഷണത്തിൽ പുതിയൊരു സംസ്കാരം കൊണ്ടുവരാൻ വേണ്ടി ആരംഭിച്ചിരിക്കുന്ന ഈ സത്യാഹാര എന്ന പ്രസ്ഥാനം ശരിക്കും കേരളത്തിലെ മനുഷ്യരെ ബോധവൽക്കരിച്ചാൽ, അവരിലേക്ക് ഇതിൻ്റെ അറിവ് പകർന്നു കൊടുത്താൽ, ഇത് കേരളത്തിലെ ഏറ്റവും ആവശ്യമുള്ള ഒരു സംരംഭമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് നാളത്തെ സൂപ്പർ ഹിറ്റാകേണ്ട ഒരു സംരംഭമാണെന്നൊരു സംശയമില്ല. ഇതിനെ പ്രൊഫഷണലായി, ഇതിനെ മനുഷ്യരിലേക്ക് അറിവ് പകരുന്ന ഒരു പ്രസ്ഥാനമാക്കി വളർത്തിക്കൊണ്ട് പോവുക എന്നതാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകരുടെ ലക്ഷ്യം. അത് തീർച്ചയായിട്ടും അജി ഒക്കെ പോലുള്ള ആളുകൾക്ക് അതിനുള്ള സാധ്യതയുണ്ട്, അറിവുണ്ട്. അതുപോലെ തന്നെ ശ്രീ പ്രമോദ് ഈ സംരംഭം ആരംഭിക്കുമ്പോൾ പാലാക്കാരുടെ ആരോഗ്യ പരിപാലനത്തിൻ്റെ ഒരു പ്രധാന ഉത്തരവാദിത്വം കൂടെ അങ്ങേറ്റെടുക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഒരു വിജയമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാനിവിടെ വന്നിങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ ആ ഹാർമണിയാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഒരു ബേക്കറി, തൊട്ടടുത്ത് സത്യാഹാര ബേക്കറി. കേരളത്തിലെ എല്ലാ ബേക്കറികളോടും അനുബന്ധിച്ച് സത്യാഹാര തുടങ്ങാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ക്രമേണ ബേക്കറിയിൽ കൂടുതൽ സത്യാഹാരയുടെ വിഭവങ്ങൾ വരുന്ന ഒരു കാലം ഉണ്ടാകും. ബേക്കറിയിൽ ഉപയോഗിക്കുന്ന രുചികരമായ ഭക്ഷണങ്ങൾക്ക് വേണ്ട അടിസ്ഥാന വസ്തുക്കൾ ഈ മില്ലറ്റുകളാക്കിക്കൂടെ? പഞ്ചസാരയ്ക്ക് പകരം ഇപ്പോൾ പുതിയ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, മങ്ക് ഫ്രൂട്ട്. അത് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടും. ഇപ്പോൾ ആമസോണിലൊക്കെ മങ്ക് ഫ്രൂട്ടിൻ്റെ പ്രോഡക്റ്റ് കിട്ടും. ചായക്കകത്ത് കാപ്പിക്കകത്തൊക്കെ നമുക്ക് ഇതിട്ട് കഴിഞ്ഞാൽ പ്രമേഹം പോലുള്ള അതിൻ്റെ പഞ്ചസാര കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഞാൻ അതിൻ്റെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ അമേരിക്കയിലെ അല്ലെങ്കിൽ പല യൂണിവേഴ്സിറ്റികളും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ ഇതുവരെ തന്നിരിക്കുന്ന എല്ലാം പോസിറ്റീവ് റിസൾട്ടുകളാണ്. അപ്പോൾ എല്ലാത്തിനും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് ലോകത്ത്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന രുചി കോംപ്രമൈസ് ചെയ്യണമെന്നില്ല. അതിനുള്ളിലെ മെറ്റീരിയൽ ഒന്ന് മാറ്റിയാൽ മതി, അതിൻ്റെ ഉള്ളിലെ ഘടകങ്ങളെ ഒന്ന് മാറ്റിയാൽ മതി, നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളെ മാറ്റിയാൽ മതി. പാചകം ചെയ്യാൻ അതിന് പ്രത്യേക രീതികളുണ്ട്. അപ്പോൾ പാചകം ചെയ്യാനുള്ള മെറ്റീരിയൽ, അതെങ്ങനെ പാചകം ചെയ്യണം എന്നുള്ള പരിശീലനം, പാചകം ചെയ്തതിന് ശേഷം അത് എങ്ങനെ കഴിക്കണമെന്നുള്ള പരിശീലനം, അത് എങ്ങനെ ഒരു ദിനചര്യയുടെ ഭാഗമാക്കണം എന്നുള്ള പരിശീലനം, ഇതെല്ലാം കൂടെ ചേർന്ന സമഗ്രമായ ഒരു പാക്കേജാണ് ഒരു 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 അറിവും ഉൽപ്പന്നങ്ങളും ചേർന്ന ഒരു സർവീസാണ് സത്യാഹാരം നൽകുന്നത്. തീർച്ചയായും അതൊരു വലിയ നേട്ടം തന്നെയാണ് നാടിന്. ഉദ്ഘാടനം ചെയ്യുമ്പം നടത്തുന്ന പതിവ് പുകഴ്ത്തലുകളല്ലിത്. ഇതെനിക്ക് ഇതിൻ്റെ ആദ്യത്തെ ഒരു കസ്റ്റമറായി ഞാനിപ്പോൾ ചേർന്നുകൊണ്ട് ഒരു ഉൽപ്പന്നം വാങ്ങിക്കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആദ്യ കസ്റ്റമറായി മാറിക്കൊണ്ട് തന്നെ ഞാൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ആദ്യ വിൽപ്പനയ്ക്കായിട്ട് അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടത്തിലിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ഉൽപ്പന്നം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ അനിൽകുമാറിനെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആരോഗ്യം എല്ലാവരിലേക്കും അതിവേഗം എത്തിക്കുവാൻ സത്യാഹാരയുടെ പാലാ ഫ്രാഞ്ചൈസിക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഈ വേദിയോട് സംവദിക്കുന്നതിനായി അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടത്തിലിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ അധ്യക്ഷ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന്
ഈ ഉദ്ഘാടന വേദിയിൽ നിൽക്കുന്നത്. എനിക്ക് മുമ്പ് സംസാരിച്ച് ഈ പ്രസ്ഥാനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത, ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് വിശ്വപൗരൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സന്തോഷ് ജോർജ് കുളങ്ങര തൻ്റെ അനുഭവത്തിലൂടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി ലോകരാജ്യങ്ങൾ സന്ദർശിച്ച് നേരിട്ട് തൊട്ടറിഞ്ഞ് ബോധ്യപ്പെട്ട വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി, കാലഘട്ടത്തിൻ്റെ ആവശ്യം നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്വാഗത പ്രാസംഗികൻ ഈ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് നൽകുന്ന, നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കി. എന്നാൽ ഇവരുടെ എല്ലാം അവകാശവാദങ്ങളെ പൂർണ്ണമായി സ്വാഗതം ചെയ്തുകൊണ്ട് എനിക്കുള്ള ഒരു സന്ദേഹവും ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കേരളീയരുടെ ഇഷ്ടഭക്ഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതികളെക്കുറിച്ച്, നമ്മൾ കാലങ്ങളായി പിന്തുടർന്നു വരുന്ന ആഹാര സംസ്കാരത്തെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിച്ചു. എന്നാൽ അന്ന് പഴയ കാലത്ത് നമുക്ക് ലഭിച്ചിരുന്ന വിശിഷ്ട സ്വാദിഷ്ടമായ, ഇപ്പോഴും സ്വാദിഷ്ടമായ ഭക്ഷണം ലഭിക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ ക്വാളിറ്റിയാണ് പ്രധാനമായും ഇന്ന് ആ ഭക്ഷണത്തോടൊക്കെ നമുക്ക് എതിർപ്പ് വരുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ സാധിച്ചത് ഒരു പരിധിവരെ അതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെയാണ് സത്യാഹാരമെന്ന ഈ പുതിയ, അല്ലെങ്കിൽ നമ്മുടെ പാലായെ സംബന്ധിച്ച്, നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഈ പുതിയ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ പേരിൽ തന്നെ സത്യാഹാരം, സത്യമുള്ള ആഹാരം, അതുതന്നെയാണ് ഇതിൻ്റെ പേര് ഇട്ടപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകർ ഉദ്ദേശിച്ചത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല ആഹാരങ്ങളും സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് കച്ചവട മനോഭാവത്തോടുകൂടി നമ്മുടെ ആരോഗ്യം നോക്കാതെ സ്വാദ് കൂട്ടുന്നതിനും ലാഭം കൂട്ടുന്നതിനുമൊക്കെ അതിൻ്റെ യഥാർത്ഥ സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അവിടെയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി, കാലത്തിനനുസരിച്ച് ഇതുപോലെയൊരു പ്രസ്ഥാനം നമുക്കിവിടെ ലഭ്യമായിരിക്കുന്നത്. ദീർഘമായ ഒരു പ്രസംഗത്തിനും ഇവിടെ പ്രസക്തിയില്ല. ഇത് അനുയോജ്യമായ സമയത്ത് വരുന്ന ആളുകളിൽ നമുക്കെല്ലാവർക്കും ആവശ്യമായ ഒരു കാര്യമാണ്. ഇത് പാല, ഈ പ്രദേശം മാത്രമല്ല പാല ഇത് ഏറ്റെടുക്കും എന്ന് പ്രത്യാശിക്കുകയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ, നമുക്ക് ബോധ്യമുള്ള രീതിയിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പ്രസ്ഥാനം വരികയും ആ സത്യമുള്ള സത്യാഹാരം നമ്മൾ ഏറ്റെടുക്കുവാനും തീരുമാനിച്ച സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു ഉപഭോക്താവാൻ ഞാനും തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നേരിട്ട് ബോധ്യപ്പെടട്ടെ, അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പ്രദേശത്ത്, നമ്മുടെ ഈ പ്രദേശത്ത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി പ്രസ്ഥാനം തുടങ്ങുവാൻ ഇവിടെ മുൻകൈയെടുത്ത മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും പ്രതീക്ഷ നിറഞ്ഞ ഒരു ആരോഗ്യാവസ്ഥ നൽകിക്കൊണ്ട് ഈ വേദിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി മുനിസിപ്പൽ കൗൺസിൽ അംഗം ശ്രീമതി മായ രാഹുലിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സത്യാഹാര എന്ന് പറയുന്ന ഒരു സ്ഥാപനം വളരെ 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 ആപ്റ്റ് ആയിട്ടുള്ളൊരു ടൈമിലാണ് ഇതിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം കറക്റ്റ് ഫുഡ് എന്താണ്, ബാലൻസ് ഡയറ്റ് എന്താണ്, എല്ലാത്തിനെക്കുറിച്ചും നമുക്കെല്ലാം വളരെ ഗഹനമായിട്ടുള്ളൊരു അറിവ് തന്നെയാണ്. പക്ഷേ എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, എവിടെ കഴിക്കണം, ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് നമ്മുടെ അറിവുകൾ വളരെ ചുരുക്കം തന്നെയാണ്, വളരെ ചുരുങ്ങിയതാണ്. കറക്റ്റ് ഡിറക്ഷനാണ് നമുക്കിപ്പോൾ ആവശ്യം. എല്ലാവർക്കും അറിയാം മില്ലറ്റ്സ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കാം, വളരെ നല്ലത്. അതാ ഞാൻ ഇപ്പോൾ കൂടെ രാവിലെ എന്താ ഒരു മില്ലറ്റ്സ് കൊണ്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് വന്നതാണ്. പക്ഷെ ഇതിലെല്ലാം സാറ് പറഞ്ഞ മാതിരി യൂട്യൂബിൽ കണ്ടിരിക്കുന്ന ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. ഏറ്റവും അൺഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസാണ്. ഒരു മില്ലറ്റിനെ എങ്ങനെ അൺഹെൽത്തി ആക്കാം എന്നുള്ളതിൽ ഗവേഷണം ചെയ്തിരിക്കുന്ന റെസിപ്പീസാണ് ഇവയെല്ലാം. ആയതിനാൽ സത്യാഹാര എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി. നമ്മളുടെ എല്ലാം ചിന്ത തന്നെ മാറ്റിമറിച്ച് എല്ലാവരുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ സത്യാഹാരയുടെ നമ്മുടെ മീൽ പ്ലാൻ പരിചയപ്പെടുത്തുന്നതിനായി സീനിയർ ന്യൂട്രീഷനിസ്റ്റ് ഹരിപ്രിയ കെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ സത്യാഹാര എറണാകുളം ബ്രാഞ്ചിൻ്റെ സീനിയർ ഡയറ്റീഷ്യനാണ്. അപ്പം എൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് മീൽ പ്ലാൻ എന്താണെന്ന് കുറേ നേരമായിട്ട് നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ട്. മീൽ പ്ലാൻ എന്താണ് മീൽ പ്ലാൻ?
ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം വ്യത്യസ്തരാണ്. നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ ഏജ്, നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റസ് ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. സോ ഒരു വ്യക്തി ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ആയിരിക്കണം എന്നില്ല വേറൊരു വ്യക്തി ഫോളോ ചെയ്യേണ്ടത്. സോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹത്തിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, കറണ്ട് ജോബ് പാറ്റേൺ എന്താണ്, ഒരു ഡെയിലി റൊട്ടീൻ എന്താണ്, അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു മീൽ പ്ലാൻ ആണ് ഞങ്ങൾ ഇവിടുന്ന് സർവീസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കൂടുതൽ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ മില്ലറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ മില്ലറ്റ്സ് പലർക്കും എങ്ങനെ ഹെൽത്തി വേയിൽ അത് കുക്ക് ചെയ്ത് യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. സോ ഏറ്റവും ടേസ്റ്റിയായ രീതിയിൽ ഏറ്റവും നമ്മൾ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട് എങ്ങനെ മില്ലറ്റ്സ് കഴിക്കാം, അതിന് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ മീൽ പ്ലാനകത്ത് കൺസൾട്ടേഷൻ്റെ കൂടെ തന്നെ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് യുണീക്കായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഫോളോ അപ്പ് ആണ്. ഇപ്പോൾ മില്ലറ്റ് വാങ്ങിച്ചു, അത് കൊണ്ടുപോയി പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ആർക്കും കിട്ടത്തില്ല. സോ എന്താണോ നമ്മുടെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമറിൻ്റെ ഗോൾ, ഹെൽത്ത് ഗോൾ എന്താണോ അത് അദ്ദേഹത്തെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഫുൾ സപ്പോർട്ട്സും നമ്മുടെ ഒരു ടീം നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അത് വാട്സപ്പ് ത്രൂ ആണ്. സോ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. സോ അങ്ങനെ ഒരു 1 മന്തിൽ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഹെൽത്ത് ഗോൾ അച്ചീവ് ചെയ്യാമെന്നുള്ള ഒരു പ്രാക്ടീസ് ആണ് നമ്മളിവിടെ സർവീസായിട്ട് ചെയ്തു കൊടുക്കുന്നത്. അതിനുവേണ്ടി ഒരു 4 പാറ്റേൺസ് ആണ് ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത്. ഫസ്റ്റ്, ഒരു വ്യക്തിക്ക് ഭക്ഷണത്തോടുള്ള മനോഭാവം അല്ലെങ്കിൽ ഒരു തിങ്കിങ് പാറ്റേൺ അതാദ്യം ചേഞ്ച് ചെയ്യണം. അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. വർഷങ്ങളായിട്ട് നമുക്കിടയിൽ ഉണ്ടായി വന്നിട്ടുള്ളതാണ് ഭക്ഷണത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു തിങ്കിങ് സെറ്റ്, മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. സോ അത് എങ്ങനെ നമ്മളൊരു കൺസൾട്ടേഷൻ കൊടുത്ത് അത് എങ്ങനെ ചേഞ്ച് ചെയ്യാം. അടുത്തതെന്ന് വെച്ചാൽ തിങ്കിങ് ദ ബൈയിങ് പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എങ്ങനെ നമ്മൾ അതിൻ്റെ ന്യൂട്രിയൻ കോമ്പോസിഷൻ അല്ലെങ്കിൽ ന്യൂട്രിറ്റീവ് വാല്യൂ ഒക്കെ ചെക്ക് ചെയ്ത് എങ്ങനെ നമുക്ക് അത് ഹെൽത്തിയായ രീതിയിൽ നമുക്കത് ബൈ ചെയ്യാം എന്നുള്ള ആ ഒരു പാറ്റേൺ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതാണ് ഹെൽത്തി വേയിൽ എങ്ങനെ കുക്ക് ചെയ്യാം. ഭക്ഷണം വാങ്ങിച്ചു വെച്ചാൽ മാത്രം പോരാ, അത് ഏറ്റവും ഹെൽത്തി ആയി അല്ല അതിൻ്റെ സ്വാഭാവികമായ രുചിയും കാര്യങ്ങളും നമുക്ക് അറിഞ്ഞ് എങ്ങനെ ഹെൽത്തിയായ രീതിയിൽ അത് കുക്ക് ചെയ്യാം, ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈറ്റിംഗ് പാറ്റേൺ എങ്ങനെ ചേഞ്ച് ചെയ്യാം. പലർക്കും ഉള്ള ഡിസോർഡേഴ്സാണ്. ഫുഡ് കഴിക്കുമ്പം ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഹാബിറ്റ് ആർക്കും തന്നെ ഇല്ല. ചിലർ TV കണ്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫോൺ കണ്ടുകൊണ്ടായിരിക്കാം. സോ ആ പാറ്റേൺസിനെ എല്ലാം ചേഞ്ച് ചെയ്ത് എങ്ങനെ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഫുഡ് ഹാബിറ്റും എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് ലീഡ് ചെയ്യാം എന്നുള്ള ആ ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണ് നമ്മളിവിടുന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സോ അതാണ് മീൽ പ്ലാൻ സിസ്റ്റം. ഓക്കെ, നമ്മുടെ സത്യാഹാരയിൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് 10 പരം മില്ലറ്റുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓർഗാനിക് അരികൾ, ഓട്സ്, അതുപോലെ ഗോതമ്പ്, ഓർഗാനിക് 100% ജൈവമായ രീതിയിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന പയറുവർഗ്ഗങ്ങൾ, ശുദ്ധമായ വെളിച്ചെണ്ണ, ചക്ക ഉൽപ്പന്നങ്ങൾ, കൃത്യവും വ്യക്തവും ശുദ്ധവുമായ സ്പൈസസ്, സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, മുളപ്പിച്ച് ഉണങ്ങിയവ, നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഇന്ന് പ്രാധാന്യം നൽകുന്നതാണ് മുളപ്പിച്ച് ഉണങ്ങിയവ, തേന്, നെയ്യ് തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ നമുക്ക് ശുദ്ധമായ ശർക്കര പോലെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ്. രാവിലെ 8 മുതൽ 9 മണി വരെ ആയിരിക്കും നമ്മുടെ ഷോപ്പിൻ്റെ ടൈം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഇത് തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. എല്ലാവർക്കും എന്നും അതിവേഗം ആഹാരത്തിലൂടെ ആരോഗ്യം എത്തിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി ഞങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും. സത്യാഹാരയിലൂടെ ആരോഗ്യ ജീവിതം ഇന്നും നിലനിർത്തുന്ന നമ്മുടെ റോയ് ചേട്ടനെ ഏറെ സ്നേഹത്തോടെ സത്യാഹാരയിലുണ്ടായ അനുഭവം പങ്കുവയ്ക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. അജികുമാറും ഞാനുമൊക്കെ 83-ൽ SSLCക്ക് വിളക്കുമാടത്ത് പഠിച്ച. അപ്പം ഞങ്ങൾ ഈ കോവിഡിൻ്റെ സമയത്ത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന കോവിഡിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ഈ ഇവിടെ പ്രസംഗികർ പറഞ്ഞ പോലെ കൃഷിയിലേക്കൊക്കെ തിരിയും, ഈ ലോകത്തിൻ്റെ നശ്വരത മനസ്സിലാക്കുമെന്നൊക്കെയാണ് ഞാനൊക്കെ കരുതിയിരുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ആ സിംപ്ലിസിറ്റി ഞങ്ങളുടെ ആ ഒരു മെസ്സേജുകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, 1-2 വർഷം കഴിഞ്ഞ് മനുഷ്യൻ വീണ്ടും പഴയ പടിയൊക്കെ തന്നെയായി. ആ സമയത്ത് ആണ് ഞങ്ങളുടെ ബന്ധങ്ങളൊക്കെ കൂടുതൽ ദൃഢമായത്. എറണാകുളത്ത് ഈ സ്ഥാപനം തുടങ്ങിയപ്പം, സത്യാഹാര എന്ന സ്ഥാപനം തുടങ്ങിയപ്പോൾ എന്നെ ക്ഷണിച്ചിരുന്നു. എന്നെ എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ ഞാൻ പോകാൻ പറ്റിയില്ല. കഴിഞ്ഞ ഈ ജൂൺ മാസത്തിൽ ഞാനൊരു എസ്റ്റേറ്റിൻ്റെ മാനേജരായിട്ട് ജോലി ചെയ്യുന്നു. ഈ വല്ലാതെ ക്ഷീണവും തളർച്ചയും ഒരു കണക്ക് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയ്ക്ക് വന്നു. ഞാൻ വിചാരിച്ചു മിക്കവാറും ഡയബറ്റീസിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ചു. ജൂൺ ആദ്യ വാരത്തിൽ ഞാൻ പോയി ചെക്ക് ചെയ്യുമ്പോൾ 220. അപ്പോൾ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വെച്ച് 220 വളരെ ഹൈ ആണ് എന്ന് ഞാൻ സ്വയം വിലയിരുത്തി. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നു നേരത്തെ തന്നെ. കാരണം ഇതിൻ്റെ സഡേഷൻ്റെ കാര്യങ്ങൾ, ഈ കോവിഡിൻ്റെ
വാക്സിനേഷൻ തന്നെ നമ്മളെല്ലാവരും ബാധിച്ചിട്ടുണ്ട്. ആരും സമ്മതിക്കുമെന്നല്ല, ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ഉണ്ട്. അപ്പോൾ ഞാൻ എറണാകുളത്ത് പോയി പാലാരിവട്ടത്ത് ചെന്നു. അപ്പോൾ ഞാൻ ഈ പ്രകൃതിജീവനത്തിന് മുമ്പ് തന്നെ കേട്ടിരുന്നു. ഒരിക്കൽ വേറൊരു സ്ഥാപനത്തിൽ പ്രകൃതി ജീവനം കേട്ടോ, ഈ സത്യാഹാരം എന്നുള്ള പേര് പോലെ പ്രകൃതി ജീവനമാണ് ഇതിൻ്റെ ബേസിക്. കാരണം ആഹാരം പൂർണ്ണമായിരിക്കണം, ജീവനുള്ളതായിരിക്കണം, പുതുമയുള്ളതായിരിക്കണം. ഈ 3 കാര്യങ്ങൾ അന്നൊരു സാറോടെ ഒന്ന് പറഞ്ഞു. കാരണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ജീവനില്ല. പുതുമയുള്ളതായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസത്തിൽക്കുള്ളിൽ പഴകരുതെന്നുള്ള പേരയ്ക്ക അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ തൊലിയോടുകൂടി ഭക്ഷിക്കുക. ഗോതമ്പാണ് ഫുള്ളായിട്ട്, വീറ്റ് മറ്റേ റവ മൈദ ആട്ട അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെന്നൊക്കെയാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അതുപോലെ പുളിപ്പിച്ച ദോശ ഫുള്ളുകൾ എന്നൊക്കെയാണ് ആ ഒരു ഇതാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യേണ്ട ഭാഗമായിട്ട് നേരത്തെ തന്നെ ഞാൻ ചെയ്തെങ്കിലും, പക്ഷേ ഇത് വീട്ടിൽ ഒരാൾക്ക് വേണ്ടി മാത്രം ഫുഡ് ഉണ്ടാക്കുക എന്നുള്ള അത്ര പ്രായോഗികമല്ല. ഇപ്പോഴും ആ പ്രശ്നം നേരിടുന്നുണ്ട്. എറണാകുളത്ത് പോയി എൻ്റെ ഡയബറ്റീസ് കുറഞ്ഞൊന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ആ 200 ആയിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ ഞാൻ ഓർത്തു, ഞാനൊരു കാര്യവും വിശ്വസിക്കാതെ അല്ലെങ്കിൽ ബോധ്യപ്പെടാതെ പറയാല്ല. പിന്നീട് ഇവരെ ഫോളോ ചെയ്യുമായിരുന്നു. ഈ ഡയറ്റീഷ്യന് സ്ഥിരം ചോദിക്കും, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കാൻ പറയും. ഇപ്പം സന്തോഷ് സാർ പറഞ്ഞ പോലെ ചോറ് കുറച്ചും കറി കൂടുതലുമായിട്ടാണ് ചെയ്യേണ്ടത്. ഏതായാലും ആദ്യത്തെ ആ ഒരാഴ്ചയ്ക്ക് റിസൾട്ടൊന്നും ഉണ്ടായില്ല. ആഗസ്റ്റ് 3-ാം തീയതി ആയപ്പോഴത്തേക്ക് 130 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിനെ നിലനിർത്തുക, അത് കുറച്ചുകൂടെ കുറച്ചൊരു 220 കിലോ ആക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വിശ്വസിക്കാം, ഞാനൊരു പരസ്യമായിട്ടല്ല, തീർച്ചയായിട്ടും ഈ ഒരു പ്രകൃതി ജീവനം സത്യാഹാരയുടെ ആ ഒരു ഡേറ്റ് നിങ്ങൾ ആ പ്ലാൻ പ്രാവർത്തി നോക്കാൻ കഴിഞ്ഞാൽ വിജയമായിരിക്കും എന്ന് ഉറപ്പ് വരുന്നു. എത്തിച്ചേരാനും സംസാരിക്കാൻ കഴിഞ്ഞു വളരെ സന്തോഷം. ഉപാധി സത്യാഹാര എന്ന പേരിൽ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രയോജനത്തെപ്പറ്റിയും ആഹാരക്രമത്തെപ്പറ്റിയും എല്ലാം ഇവിടെ വളരെ വിശദമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എന്തു ഫലം? ഞങ്ങളുടെ കണക്കനുസരിച്ച് ജീവിതശൈലി രോഗം കൊണ്ട് വീർപ്പ് മുട്ടുന്നത് വ്യാപാരി വ്യവസായി സമൂഹമാണ്. എല്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളെയും വ്യാപാരികളെയും ഈ സത്യാഹാര ആഹാരക്രമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അവരെ എല്ലാവരെയും ഇതിൽ അംഗങ്ങളാകുവാനും ഇതിനെ പ്രൊമോട്ട് ചെയ്യാനും ഞാൻ ക്ഷണിക്കുകയാണ്. ഈ സത്യാഹാര എന്ന ഈ വ്യാപാര സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിൻവേൾഡ് ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ജയസൂര്യനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സത്യാഹാര എന്ന ഈ ജീവിതശൈലി ഇത് തുടങ്ങിയ സമയം മുതൽ അതിൻ്റെ ഭാഗമായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. കൊച്ചിയിലാണ് ഹെഡ് ഓഫീസ്. കൊച്ചിയിൽ ഈ പ്രോഗ്രാം, ഈ സ്ഥാപനം ആരംഭിക്കുമ്പോൾ ആ സ്ഥാപനം വിസിറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഉടമസ്ഥർ എന്നെ ക്ഷണിച്ചു. ഞാനവിടെ പോയി. അവിടെ ഈ സ്ഥാപനത്തിൽ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മളെ അവർ പരിചയപ്പെടുത്തും. നമ്മുടെ ചീഫ് ഡയറ്റീഷ്യനായിട്ടുള്ള ഹരിപ്രിയ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഡയറക്ഷൻ തരും. എന്നിട്ടാണ് നമുക്ക് സാധനങ്ങൾ തരിക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു കച്ചവട സ്ഥാപനമല്ല, സാധനം വിൽക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ആരോഗ്യത്തെ ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ ഒരു 6 മാസത്തെ അനുഭവം എനിക്ക് ധൈര്യമായി പറയാൻ കഴിയും. സത്യാഹാര എന്ന് പറയുന്നത് ഒരു ഫുഡ് ഇൻഷുറൻസാണ്. ഈ ഫുഡ് ഇൻഷുറൻസ് എടുത്താൽ പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ട, ലൈഫ് ഇൻഷുറൻസ് അത്രയും കൂടി വേണ്ട. ഇത് ഞാൻ അനുഭവം പറയാൻ കാരണം, ജീവിതശൈലി രോഗങ്ങളുടെ ഏതാണ്ട് വക്കിലെത്തി നിൽക്കുന്ന അവസരത്തിലാണ് ഞാൻ ഈ സത്യാഹാരയെ പരിചയപ്പെടുന്നത്. അന്നു മുതൽ ഇന്ന് വരെ അരി ഉൽപ്പന്നങ്ങളോ ഗോതമ്പ് ഉൽപ്പന്നങ്ങളോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. മില്ലറ്റ് കൊണ്ട് തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള നിർദ്ദേശം കൃത്യമായി പാലിക്കുന്നു. അത് പാലിക്കുന്നുണ്ടോ എന്നുള്ള മോണിറ്ററിങ് ഈ സ്ഥാപനം ചെയ്യുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കണം. അപ്പോൾ തന്നെ അതിൻ്റെ ഗ്രേഡ് തരും, അതിന് മാർക്കൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ ഫോട്ടോ അയക്കണം, അതിന് മാർക്കുണ്ട്. അത്താഴം വരെ എല്ലാ ഫോട്ടോ അയക്കണം, അതിന് മാർക്കുണ്ട്. അവസാനം ഒരു ദിവസം ആരോഗ്യ ജീവനം എത്ര സ്കോർ നിങ്ങൾക്ക് കിട്ടി എന്ന് കൃത്യമായിട്ടുള്ളൊരു രേഖ നമുക്ക് ലഭിക്കും. ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിതമാണ് എന്നുള്ളത്, നമ്മൾ കൃത്യമായ ഫുഡാണ് കഴിച്ചിട്ടുള്ളത് എന്നത്
സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലുള്ള മോണിറ്ററിങ്ങും അതിൻ്റെ റിപ്പോർട്ടിങ്ങും ഇതെല്ലാം തന്നെ കൃത്യമായി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് വളരെ വളരെ വാല്യുബിളാണ്. മറ്റൊരിടത്തും നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. നമുക്ക് ഭക്ഷണം വാങ്ങാൻ കഴിയും, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയും. പക്ഷേ ഈ ഭക്ഷണവും ഭക്ഷ്യോൽപ്പന്നങ്ങളും നമുക്ക് വിൽക്കുന്നവർക്ക് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് യാതൊരു ബോധനൈസേഷനും ഇല്ല. അവരത് ബോധേഡല്ല. നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവർ മോണിറ്റർ ചെയ്യുന്നില്ല. നമ്മുടെ ചേഞ്ചുകൾ രേഖപ്പെടുത്തുന്നില്ല, നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് തരുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് വില വാങ്ങുകയല്ല ചെയ്യുന്നത്. നമുക്ക് തരുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും അത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരുന്നുവെന്നും നമ്മൾ എങ്ങനെ പുരോഗമിക്കുന്നുവെന്നും നിതാന്ത ജാഗ്രതയോടുകൂടി ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ഒരു നേരത്തെ ഫോട്ടോ അയച്ചില്ല എങ്കിൽ എന്തുകൊണ്ട് അയച്ചില്ല വിളിച്ചന്വേഷിക്കും. എന്തുകൊണ്ട് നിങ്ങൾ ഇന്ന കാര്യം കൂടുതൽ കഴിച്ചു, ഇന്നത് കുറച്ച് കഴിച്ചു, കൃത്യമായി ചോദിക്കും. അപ്പോൾ അറിയാതെ തന്നെ ഒരു ആരോഗ്യ ജീവനത്തിന്റെ ട്രാക്കിലേക്ക് സത്യാഹാര എന്ന ഈ സ്ഥാപനം നമ്മളെ ഗൈഡ് ചെയ്യുകയാണ്. അതായത് ആരോഗ്യ ജീവനത്തിലേക്ക് ഗൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മുടെ ഫുഡ് ഇൻഷുറൻസിലൂടെ നമ്മുടെ ലൈഫ് ഇൻഷുറൻസും നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസും ഒക്കെ യാഥാർത്ഥ്യമാക്കിയ ഒരു അനുഭവമാണ് എനിക്ക് ഈ സത്യാഹാരയുമായുള്ള ബന്ധത്തിൽ ലഭിച്ചത്. ഇത് വളരെ ആത്മാർത്ഥമായി ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഇത് അനുഭവമാണ്. അതായത് നമ്മൾ ഇവിടെ ഒരു സാധനമല്ല വാങ്ങുന്നത്, നമ്മളുടെ ജീവിതമാണ് വാങ്ങുന്നത്. അതങ്ങേറ്റം ഗ്യാരണ്ടിയോടുകൂടി ഇൻഷുർ ചെയ്യപ്പെടാൻ കഴിയുന്ന തരത്തിൽ മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഒരു ഉറപ്പ് നമ്മളെ ദിവസം തോറും രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ബോധ്യപ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫിനെ സംബന്ധിച്ച് തിരക്കിട്ടോടുന്നവർ, നൂറായിരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്നവർക്ക്, ആരോഗ്യ ശ്രദ്ധ സമയത്ത് ചെയ്യാൻ കഴിയാത്തവർക്ക്, ആരോഗ്യത്തിൽ ഭക്ഷണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കാൻ കഴിയാത്തവർക്ക് ആ ചുമതല മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായി നമ്മൾ മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഫുഡ് ഇൻഷുറൻസും നമ്മുടെ ഭാവിയുടെ ഇൻഷുറൻസും ഒരുപോലെ ഉറപ്പാക്കുന്ന ഒരു സ്ഥാപനമാണ് സത്യാഹാര എന്നുള്ളത്. സത്യാഹാരം ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെയുള്ള അതിൻ്റെ ഒരു ഭാഗമായി ജീവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള ജീവിതകാലത്ത് രോഗം വരുമോ, അല്ലെങ്കിൽ ആരോഗ്യം എങ്ങനെ ആയിരിക്കും, ഭക്ഷണത്തിന്റെ കാര്യം എന്തായിരിക്കും എന്നൊരു ചിന്ത എനിക്കില്ല, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ഇല്ല. ഞാനിതൊക്കെ ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു ഇത് വലിയ റിസ്ക് ആണ്, ഇതിന്റെ ഫോട്ടോ എടുക്കണം, ഇത് അങ്ങനെ കഴിക്കണം, ഇത് ഇങ്ങനെ കഴിക്കണം, ഇത്രയും കാലം വെളുത്ത ചോറ് കഴിഞ്ഞു ഇനി കറുത്ത ചോറ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ ആകപ്പാടെ ഡെസ്പായി. ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളെ കഴിക്കുന്ന പോലെ കഴിച്ചു, ഞാൻ എനിക്കുള്ളത് കാര്യം മാത്രം ഇങ്ങ് തന്നാൽ മതി, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വയ്യെങ്കിൽ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവരെന്നെ കൊണ്ടൊന്നും ഉണ്ടാക്കിപ്പിച്ചില്ല, അവർ തന്നെ ഉണ്ടാക്കി എനിക്ക് തന്നു. ചുരുക്കി പറയാം, ഒരു മാസം കഴിഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ പാതയിലേക്ക് വന്നു. ഇപ്പൊ വീട്ടിലെല്ലാവരും സത്യാഹാരയുടെ നിർദ്ദേശപ്രകാരം ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് എറണാകുളത്ത് ഇടയ്ക്ക് പോകണമല്ലോ എന്നാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സംരംഭകനായിട്ടുള്ള അജി സാറിനോട് പറഞ്ഞു, ഇത് എറണാകുളം വരെ വരുന്നില്ലെങ്കിൽ നമ്മുടെ ഡയറ്റീഷ്യനെ ഇനി ഹരിപ്രിയൊക്കെ എങ്ങനെയാണ് കാണുക, ഇതിപ്പോൾ ഓൺലൈൻ ഇങ്ങനെ കൺസൾട്ടേഷൻ എളുപ്പമാണ്. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് എങ്ങും വരണ്ട, പാലായിലേക്ക് വരികയാണ് സത്യാഹാര. അതുകൊണ്ട് പാലായിലേക്ക് വരുമ്പോൾ പിന്നെ എന്താ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, എന്നും ഞാൻ ഇതുവഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലി മെമ്പേഴ്സ് അടക്കം ഇവിടെ തന്നെ വരും, എല്ലാ സാധനങ്ങളും വാങ്ങും. കൃത്യമായ നിർദ്ദേശത്തോടു കൂടി ജീവിക്കാൻ എനിക്ക്, എൻ്റെ ഫാമിലിക്ക്, ഈ നാടിന് കിട്ടിയ അനുഗ്രഹമാണ് സത്യാഹാര. അതുകൊണ്ട് ഈ നാടിന് ലഭിച്ച ഈ അനുഗ്രഹത്തെ എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് ഈ വേളയിൽ അഭ്യർത്ഥിക്കാനുള്ളത്, അനുഭവത്തിൽ നിന്ന്. എല്ലാവർക്കും നമസ്കാരം. സത്യമായ ഒരു ആഹാരം, സത്യാഹാരം പാലായിൽ എറണാകുളത്ത് നിന്ന് നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പാലാ എപ്പോഴും നല്ല കാര്യത്തിന് വളരെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെയുള്ള ആൾക്കാർ അതിന് വളരെ താല്പര്യമെടുത്ത് പ്രവർത്തിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നല്ല ഭക്ഷണവും നല്ല വെള്ളവും നല്ല വായുവും. നിങ്ങൾക്കറിയാമോ, പാലായിൽ തന്നെ ഒരു മീനച്ചിൽ ബാംബു ഓക്സിജൻ പാർക്കുണ്ട്, ആർക്കെങ്കിലും അറിയാമോ? അപ്പോൾ ഓക്സിജൻ പാർക്കും പാലായിലുണ്ട്. അത് ഒക്കെ പ്രവർത്തിപ്പിച്ച് ഇത് ഭംഗിയായിട്ട് നടക്കുന്ന ഒരു പാലാ ആരോഗ്യ കാര്യത്തിൽ വളരെയധികം മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ന്യൂട്രീഷൻ ഉൾപ്പെടെ വളരെയധികം ത്യാഗമുണ്ട്. ഓരോരുത്തരുടെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്ത് അത് പ്രവർത്തിപ്പിക്കുന്നതിന് ഇതിന് എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. പാലായിൽ എത്തിയതിന് പ്രത്യേക സ്വാഗതം. അതുപോലെ നമ്മുടെ സന്തോഷിനെ കൊണ്ട് തന്നെ ഇത്
ചെയ്യിക്കാൻ പറ്റിയത്. അതോ വേറെ നല്ല കാര്യമാണ്. അദ്ദേഹവും അത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെയുള്ളവർക്കെല്ലാം അറിവുകളുള്ളവരാണ്. പ്രാവർത്തികമാക്കുവാനുള്ള ഒരു ഇച്ഛാശക്തി എല്ലാവർക്കും ഉണ്ടായാൽ മാത്രം മതി. കർഷകരായിട്ടുള്ള ആൾക്കാർ മാറി ചിന്തിക്കുകയും അതുപോലെ മേടിക്കുന്നവർ അതേ രീതിയിൽ ചിന്തിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കൊരു തിരിച്ചുവരവ് സാധ്യമാണ്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നെല്ലാം മാറി വരും. അതിന് എല്ലാവരെയും അതിനുള്ള ബോധ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അടുത്തതായി നമ്മുടെ ഈ വേദിക്ക് ഔപചാരികമായി കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുവാൻ സത്യാഹാരയുടെ പാലാ ഫ്രാഞ്ചൈസി ഉടമ ശ്രീ പ്രമോദ് KK ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സന്തോഷ് ജോർജ് സാറ് ഇപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഉദ്ഘാടകനായി അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ എത്തിച്ചേരുകയും നമുക്ക് വേണ്ട എല്ലാവിധ ആശംസകളും നേർന്ന് ഈ സംരംഭത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് നല്ല വാക്കുകൾ കേൾക്കുവാനും ഒക്കെ സാധിച്ചു. അതിൽ സത്യാഹാരയ്ക്ക് വളരെയേറെ നന്ദിയുണ്ട്. അതുകൊണ്ട് സന്തോഷ് ജോർജ് സാറിനുള്ള ഹൃദയംഗമമായ നന്ദി ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഇവിടുത്തെ കൗൺസിൽ അംഗങ്ങൾ, നമ്മുടെ അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടം, അതുപോലെ നമ്മുടെ തൊട്ടടുത്ത വാർഡിലെ അടുത്ത കൗൺസിലറായ മായ രാഘവൻ, രണ്ടുപേർക്കും സത്യാഹാരയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ സത്യാഹാരയുമായി വളരെയേറെ അനുഭവ പരിചയങ്ങളുള്ള നമ്മുടെ അഡ്വക്കേറ്റ് ജയസൂര്യ സാർ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ജോയി സാറുണ്ട്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവങ്ങളുള്ള ആളുകൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരുന്നു. അതിനുവേണ്ടി സംസാരിച്ച എല്ലാവർക്കും, അതുപോലെ ഈ യോഗത്തിൽ പങ്കെടുത്ത നമ്മുടെ വ്യാപാരി വ്യവസായി സമിതി ഏകോപന സമിതിയുടെ പ്രസിഡൻറ്റ്, അതുപോലെ ഈ പ്രോഗ്രാമിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ഈ കോംപ്ലക്സിലെ മറ്റ് ഷോപ്പുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, അവരേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ടെന്നറിയാം. എങ്കിൽ പോലും നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങ് ഗംഭീരമാക്കുവാൻ വേണ്ടി വളരെ സഹകരിച്ച എല്ലാ സ്ഥാപനങ്ങൾക്കും, അതുപോലെ ഇത് കവർ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന മീഡിയയിലെ ആളുകൾക്കും, എല്ലാത്തിനും ഉപരി സത്യാഹാരയുടെ ടീമിന്, നമ്മുടെ ഡയറ്റീഷ്യൻ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു 5 അംഗ ടീമുണ്ട്, ഇതിൻ്റെ MD ഉൾപ്പെടെ എല്ലാവർക്കും ഇതിൻ്റെ സ്വാഗതം ആശംസിച്ച നാസർ സാർ ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹം ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സത്യാഹാര ടീമിനും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഏവർക്കും സത്യാഹാരയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി. മായമില്ലാത്ത ഭക്ഷ്യോൽപ്പന്നങ്ങളും കൃത്യമായ വിദഗ്ധരായ ന്യൂട്രീഷനിസ്റ്റിന്റെ സേവനവും ഞങ്ങൾക്ക് പാലായ്ക്ക് നൽകിയ സത്യാഹാര ടീമിന് ഒരുപാട് നന്ദി. നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ചടങ്ങുകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതൊരു അവസാനമല്ല, തുടക്കമാണ്. നമ്മുടെ സത്യാഹാരയ്ക്ക് എല്ലാവിധ വിജയങ്ങളും നേരുന്നു. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും, ഞങ്ങളുടെ ഇത്രയും നേരം ശ്രമിച്ച എല്ലാ വേണ്ടപ്പെട്ടവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.